കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? സെക്രട്ടേറിയറ്റാണ്. നീലേശ്വരം, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂരാ, വയനാടാണ്. എറണാകുളം അല്ല, കൊച്ചിയല്ല, കോഴിക്കോട്, കോഴിക്കോടുമല്ല, വയനാട്. വയനാടുമല്ല. ആ ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ചെറുനിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാജിക് ടച്ച് കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മാജിക് ടച്ച് കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുത്തൻകടവല്ലേ ഈ സ്ഥലം? പുത്തൻകടവ്, ചെറുനിയൂർ പുത്തൻകടവിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം മാജിക് ടച്ച് കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. നമ്മുടെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് നൽകുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ഏറ്റവും വലിയ നിയമസഭ എന്ന് പറയുമ്പോൾ എനിക്ക് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് എവിടെ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റാണ്. നിയമസഭാ മണ്ഡലം. മാജിക് ടച്ച് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. എങ്ങനെയുണ്ട് അവരുടെ ഭക്ഷണങ്ങളൊക്കെ? ഞാൻ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള നല്ല സർവീസാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലം വയനാടാണോ? വയനാട് അല്ല. മാജിക് ടച്ച് കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് 2 വനിതാ ഡ്രൈവർമാർക്കിടയിലേക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഓട്ടം ഉണ്ടോ? ഓട്ടം ഉണ്ട്. അമ്പിളിച്ചന്തയിൽ ഇന്ന് തിരുവനന്തപുരം പോയിരുന്നതാണ് അല്ലേ? അപ്പോൾ അമ്പിളിച്ചന്തയിൽ 2 പറക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് മാജിക് ടച്ച് കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം കേരളത്തിൽ മുരളി. നീലേശ്വരം. മാജിക് ടച്ച് കാറ്ററേഴ്സ് നൽകുന്ന ഒരു മനോഹരമായ സമ്മാനമാണ്. അവരുടെ ഒരു അന്നദാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? സൂപ്പർ ആഹാരമാണ് രാജേഷിൻ്റെത്. നല്ല കാറ്ററിംഗ് ഒക്കെ സൂപ്പറാണ്, നല്ല ആഹാരമാണ്. അവൻ്റെ പിന്നെ ആഹാരം നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. രാജേഷ് നടത്തുന്ന മാജിക് ടച്ച് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? തിരുവനന്തപുരം. ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം കേരളത്തിൽ തിരുവനന്തപുരം. ഇദ്ദേഹം പറയും കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? കൊച്ചിയല്ല, എറണാകുളം അല്ല, കൊച്ചിയല്ല, കോഴിക്കോട്, കോഴിക്കോടുമല്ല, വയനാട്, വയനാടുമല്ല. വേറെ ഏതെങ്കിലും മണ്ഡലം ഉണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം തിരുവനന്തപുരം എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണൂരല്ല. മാജിക് ടച്ച് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചെറുനീർ സ്കൂൾ. ചെറുനീർ സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിൽ. എല്ലാവരും? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? അറിയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ചെറുനീർ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ്. അവിടുത്തെ MLA OS അംബികയാണ് അവിടുത്തെ MLA. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? അറിയില്ല. ഇത് കുട്ടികൾക്ക് അറിയണമെന്നില്ല.
ഇതല്ലേ ആറ്റങ്ങ മണ്ഡലം. ആറ്റിങ്ങലല്ല, ഈ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഉടുമ്പൻചോലയാണ്. കേട്ടിട്ടുണ്ടോ? ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല. നേരത്തെ നമ്മളെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണി എന്ന് കേട്ടിട്ടുണ്ടോ മന്ത്രിയെ? അതും കേട്ടിട്ടില്ല. ആ എം എം മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.